ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് ഒരു 100 ഗ്രാം ഉണ്ട്. കുമ്പളങ്ങ അതെ ഇത്രേ ഒരു കഷ്ണം ഉണ്ടോ. ഇത് രണ്ടും കൊണ്ട് നമ്മൾ സാമ്പാറാണ് വയ്ക്കാൻ പോകുന്നത്. സാമ്പാർ വയ്ക്കാൻ നമുക്കിപ്പോൾ ഒരുപാട് കഷ്ണം വേണമെന്നൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു കഷ്ണം ഉണ്ടായാൽ നമുക്ക് സാമ്പാർ വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണം കൊണ്ടാണ് സാമ്പാർ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് 3 പച്ചമുളക് നമ്മൾ കീറിയതാണ് ഇട്ട് കൊടുക്കാം. കായം നമുക്ക് 2 കഷ്ണം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കൊരു 3 വിസിലടിച്ചെടുക്കാം. മീഡിയത്തിലിട്ടിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ പരിപ്പ് വെന്ത് കിടക്കാണ്. നമ്മൾ കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വെന്തിട്ട് ആ കുമ്പളങ്ങ നമ്മൾ ഇട്ട് കൊടുത്ത് ഒരൊറ്റ അടി അടിക്കുക. കുമ്പളങ്ങയും തക്കാളികളാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരടി അടിച്ചാൽ മതി. നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുക്കാനായിട്ട് നമ്മളിതേ 2 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില നമുക്കിന്ന് ഇട്ടൊന്ന് വറുത്തെടുക്കാം. 3 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ നമ്മൾ വറുത്ത് സാമ്പാർ വയ്ക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. തേങ്ങ കുറച്ചെടുത്താൽ മതി. നമുക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നമ്മളിങ്ങനെ വറുത്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ അടിപൊളി ഒരു മണം, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ സാമ്പാർ പൊടിയൊക്കെ കടകളിൽ നിന്ന് മേടിച്ച് നമ്മൾ സാമ്പാർ വയ്ക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് സാമ്പാർ വയ്ക്കുന്നത്. കാലത്തൊക്കെ നമുക്ക് തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ മുടക്കിയിരിക്കുന്ന ദിവസം, ഈ വീട്ടിലിരിക്കുന്ന ദിവസം നമ്മൾ ഇതുപോലെ തയ്യാറാക്കി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ഉള്ളിത്തണ്ട്, ചുവന്ന ഉള്ളിയുടെ തണ്ടാണിത് നമ്മൾ സാമ്പാറിൽ ചേർക്കാൻ പോകുന്നത്. നമ്മുടെ തേങ്ങ അധികം മൂത്ത് പോകണ്ട. നമ്മൾ ഈ ഒരു ലെവലിൽ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയോടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ഉലുവപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്കിതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊന്ന് നരച്ചെടുക്കാം. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്ത് നമുക്കിനി പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് ആവശ്യത്തിന് നമ്മൾ പുളി എടുത്താൽ മതി. ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ. നമ്മുടെ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറവാണ്, നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മല്ലിത്തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ യൂട്യൂബ് ചാനലിലാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ അടുപ്പിൽ ഞാൻ എല്ലാം താളിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ അടിപൊളി സാമ്പാറാണ്. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. ടാറ്റാ, ബൈ ബൈ.